ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം, അതിൻ്റെ വയറിങ് എങ്ങനെയാണ് നോക്കുന്നത്. ഇതാണ് നമ്മൾ ഈ റൂമിൽ വരുന്ന സീലിങ്ങിൻ്റെ ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ആ കാണുന്ന ഡോട്ടുകളെല്ലാം ലൈറ്റ്സുകളാണ്. 5 ലൈറ്റ്സുകൾ. പിന്നെ ബെഡിൻ്റെ പൊസിഷനാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ബെഡിൻ്റെ മുകളിൽ പൊസിഷൻ്റെ മുകളിലായിട്ട് LED സ്ട്രിപ്പ് അല്ലെങ്കിൽ കോവലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം വരുന്നത്. ഈ ലെവലിൽ വേണം നമുക്കതിൻ്റെ വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബെഡിൻ്റെ പൊസിഷൻ വരുന്നത് ഇപ്പോൾ ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ 2 സൈഡുകളിലുള്ള കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ കാണാം. ആദ്യം കാണിച്ചിരിക്കുന്ന ആ ലൈറ്റ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഏറ്റവും ആദ്യം തന്നെ പൈപ്പുകൾ ഇട്ടതിന് ശേഷം വെറുതെ വയറിട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ പൈപ്പ് ഇട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സേഫ്റ്റി മസ്റ്റായിട്ട് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വയറിങ്ങിൻ്റെ ഷോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തീ പിടിക്കാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് പൈപ്പ് ഇട്ട് ചെയ്തതിന് ശേഷം 20 mm പൈപ്പ് അല്ലെങ്കിൽ 20 അതിൻ്റെ ജംഗ്ഷനുകളും ഇട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റൂമിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, കൺസീൽ ചെയ്യുന്ന സമയത്ത്, അതായത് വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് തന്നെ ഒരു പൈപ്പ് മുകളിൽ നിന്ന്, അതായത് ജംഗ്ഷൻ ഏതെങ്കിലും ഒരു ബോക്സിൽ നിന്നും നമുക്കത് വയർ വലിക്കാവുന്ന രീതിയിലുള്ള ഈ ബോക്സിൽ നിന്നും ഡയറക്റ്റായിട്ട് ഒരു പൈപ്പ് മുകളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊരു ബെൻഡിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ബെൻഡിലൂടെ നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട നേരെ ഒരു പൈപ്പ് തന്നെ ഉപയോഗിച്ചിട്ട് നേരെ ജംഗ്ഷൻ കൊടുക്കുന്നു. ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടേക്കാണോ വേണ്ടത് അവിടെ എല്ലാം ജംഗ്ഷനിൽ ഇട്ട് കൊടുത്ത്, ജംഗ്ഷനുകളാണ് ബെറ്റർ. 2 വേ ജംഗ്ഷൻ, 3 വേ ജംഗ്ഷൻ, 4 വേ ജംഗ്ഷൻ, അങ്ങനത്തെ ജംഗ്ഷനുകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് എല്ലാം പൈപ്പുകൾ സർക്കുലർ ലെവലിൽ അടിച്ചിട്ട്, അതായത് റൂമിലേക്ക് ആവശ്യമായ ലെവലിൽ ഒറ്റ സർക്കുലറായിട്ട് അടിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് 2 സ്ഥലത്ത് നമ്മൾ പൊക്കിയിട്ടിട്ടുണ്ടെങ്കിൽ 2 സ്ഥലത്ത് ഉപയോഗിക്കാം. പിന്നെ വരുന്ന വയറുകളെല്ലാം തന്നെ ഫ്ലെക്സിബിൾ ഹോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഇടാനായിട്ട്. കാരണം ഇത് ചാനലായതുകൊണ്ട് ഉരയാനുള്ള ചാൻസസ് ഉണ്ട്. ഉരഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റുകൾ എന്തെങ്കിലും ഉരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറുകൾ ഉരഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മാക്സിമം സീലിങ്ങിൻ്റെ അകത്ത് നമുക്ക് മെയിൻ്റനൻസ് വരാത്ത രീതിയിൽ ഇതുപോലെ സ്ട്രിപ്പ് ലൈറ്റുകൾക്കും എന്തിൻ്റെ വയറൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ എല്ലാം തന്നെ ഫ്ലെക്സിബിൾ ഹോസ് നമ്മൾ ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഈ സൈഡിലും നമ്മൾ അതുപോലെ തന്നെ താഴത്തെ ബോക്സിൽ നിന്നും മുകളിലേക്ക് പൈപ്പ് നമ്മൾ പൊക്കി നിർത്തിയാണ്. അതിൽ നിന്നും ആ സൈഡിൽ വേണ്ട ലൈറ്റ്സ് അതിലൂടെ പൊക്കിയെടുത്തതിന് ശേഷം ഇവിടെയും വീണ്ടും നമ്മൾ ജംഗ്ഷൻ ഇട്ട് ചെയ്തിരിക്കുന്നു. അവിടെ ഇപ്പുറത്തേക്ക് ജംഗ്ഷൻ ഇട്ട് തന്നെ ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇപ്പുറത്തെ സൈഡുകളിൽ ലൈറ്റുകൾ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഫ്ലെക്സിബിളിൻ്റെ ഹോസ് ഇട്ട് താഴേക്ക് എടുത്തിരിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 സൈഡിൽ ഇപ്പോൾ ഒരേ ലൈറ്റുകൾ ഒരേ സ്വിച്ചിൽ തന്നെയാണ് 4 അല്ലെങ്കിൽ 5 ലൈറ്റ്സ് തെളിയേണ്ടതെങ്കിൽ ഒറ്റ ലീഡ് തന്നെ മതിയാവും. ഒറ്റ ലീഡ് തന്നെ എടുത്തതിന് ശേഷം ഒറ്റ വയർ ഫേസ് ന്യൂട്രൽ എടുത്തതിന് ശേഷം കറക്കി വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലൂപ്പ് ചെയ്ത് പോയാലും നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് വയറ് ലാഭിക്കാനും സാധിക്കും. സെപ്പറേറ്റ് വയർ വലിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം കൂടി വന്നാൽ നമ്മൾ ഒരു 2 സ്വിച്ചൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 3 സ്വിച്ചൊക്കെ ആയിരിക്കും നമ്മൾ സീലിങ്ങിൽ കൊടുക്കുക. ഒന്ന് നമ്മുടെ മെയിൻ ലൈറ്റ്സ് പാനൽ ലൈറ്റ്സിന് കൊടുക്കും, പിന്നെ ഒരു LED സ്ട്രിപ്പിന് കൊടുക്കും. ഇത്രയാണ് വരുന്നത്. ഈ പാനൽ ലൈറ്റ്സ് ചിലപ്പോൾ വേണമെങ്കിൽ ആളുകൾ 2 കൊടുക്കാൻ പറയും. അങ്ങനെ 2 മാക്സിമം ഒരു 3 സ്വിച്ച് കിട്ടാവുന്ന രീതിയിൽ 3 ലീഡ് വലിക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് നമുക്ക് സീലിംഗ് ചെയ്തെടുക്കാം. സീലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, സേഫ്റ്റി ആയിരിക്കണം മസ്റ്റ്. കാരണം വയർ ഷോർട്ടായി കത്തുപിടിക്കാൻ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം സീലിങ്ങിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ഹോസൊക്കെ ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഉപകാരപ്പെടുന്ന ആളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.